അമേരിക്കയുടെ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ചർച്ച തീരുന്നതിന് മുമ്പ് യുദ്ധം ഉണ്ടാവുമോ എന്ന് സംശയിക്കേണ്ടടുത്താണ് ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന പത്രം ഇപ്പോൾ പുറത്തുവിട്ട വാർത്ത മനസ്സിലാക്കാൻ പറ്റുന്നത്. ടൈംസ് ഓഫ് ഇസ്രായേൽ ഇപ്പോൾ പുറത്തുവിട്ട വാർത്തയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് വളരെ ബഹുദൂരം സഞ്ചരിക്കേണ്ട ജൂയിഷ് സ്റ്റേറ്റ് അഥവാ ഇസ്രായേൽ ഇപ്പോഴും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് തെറ്റാണ്. മാത്രമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അപ്രഖ്യാപിത നയമായിട്ട് മുന്നോട്ട് കൊണ്ടുനടക്കുന്നത് ജൂയിഷ് സ്റ്റേറ്റിനെ എന്നേക്കുമായി ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക എന്നതാണ്. അതിന് അദ്ദേഹം എഴുതി ചേർത്ത് അഥവാ ടൈംസ് ഓഫ് ഇസ്രായേൽ എഴുതി ചേർത്ത വാക്കുകൾ ദ 12-day war between Israel and Iran broke out in June following a surprise Israel strike on strategic Iranian target. Israel said its sweeping assault on Iranian top military leaders, nuclear scientists, അതേപോലെ തന്നെ uranium enrichment sites and ballistic missile program was necessary to prevent the Islamic Republic from realizing avoid the plan to destroy the Jewish state. അഥവാ ഈ രാജ്യത്തെ ഇല്ലാതാക്കുക എന്നതാണ് അപ്രഖ്യാപിതമായ നയമായിട്ട് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു യുദ്ധം അനിവാര്യമാണ്. അതിലപ്പുറം ഇപ്പുറം ഒരു കോംപ്രമൈസ് ലോകത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് വെക്കാനില്ല എന്നതാണ് ഇസ്രായേലി പത്രമായിട്ടുള്ള ടൈംസ് ഓഫ് ഇസ്രായേൽ പറയുന്നത്. കൃത്യമായി അവരിപ്പോഴേ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന ഒരൊറ്റ ഈ പദത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. തീർത്തും അരക്ഷിതാവസ്ഥ കൊഴുത് തീർക്കുക എന്നതല്ലാതെ മറ്റൊരു തന്ത്രമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അജണ്ടകളോ ഉണ്ട് എന്ന് ചോദിച്ചാൽ അവർക്ക് അതിൻ്റേതായ ഒരു അജണ്ടയില്ല. കാരണം പഴയ കാലത്ത് ഇവർ ലോകത്തെമ്പാടും ഛിദ്രതയാർന്ന എല്ലാ ആളുകളും നാഥനുമില്ലാതെ പോയ ഒരു വിഭാഗമാണ് ഈ ഇസ്രായേലി ജനത അഥവാ ജൂതന്മാർ. അവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് നാഷണൽ ഹോം എന്ന് പറയുന്നത് ഈ ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടെ കൊടുത്തപ്പം അന്ന് മുതലുണ്ടായ ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നം ഇന്നും തീർന്നിട്ടില്ല. ഇപ്പോഴും പറയുന്നു അപ്രഖ്യാപിത നയമായിട്ട് കൊണ്ടുപോയി നടത്തുന്ന ഈ ഇറാൻ്റെ ഇസ്ലാമിക് റിപ്പബ്ലിക് പാർട്ടി നയിക്കുന്ന ഇറാൻ്റെ മണ്ണിൽ നിന്ന് ഈ രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഇറാനെ നശിപ്പിക്കൽ നമുക്ക് ആവശ്യമാണ്. അഥവാ ഒരു യുദ്ധ പ്രഖ്യാപനം തന്നെയാണെന്ന് നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റും. ബ്ലൂ പ്രിൻറ്റുമായിട്ടാണ് നെതന്യാഹു അദ്ദേഹത്തെ അഥവാ ട്രംപിനെ കാണാൻ പോയത്. ആ ട്രംപ് എന്താണ് ചർച്ച ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ ഏറെക്കുറെ ഊരിച്ചിരിഞ്ഞത് കൊണ്ടായിരിക്കാം ഈ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു പ്രഖ്യാപനവും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പം ചുരുക്കം പറയുകയാണെങ്കിൽ ഇനിയും ഒരുപാട് അകലെയൊന്നുമില്ല, യുദ്ധം അടുത്തെത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതില്ലാതെ മാർഗമില്ല എന്നുള്ളത് വളരെ പച്ചവെള്ളം പോലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമ്മളാകട്ടെ അഥവാ ഇറാൻ്റെ ഭാഗമാകട്ടെ അവിടെ കൃത്യമായിട്ടുള്ള അഥവാ ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിക്കുകയും ചെയ്തു. രണ്ടും കൊമ്പ് കോർക്കുന്ന രീതിക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ആര് ജയിക്കും തോക്കും എന്നതിൽ ഉപരി ഈ രണ്ട് രാജ്യങ്ങൾക്കും കനത്ത നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്താണെങ്കിലും ജയപരാജയങ്ങളൊക്കെ പിന്നീട് ആലോചിക്കാവുന്നതാണെങ്കിൽ പോലും അവിടുത്തെ സിവിലിയൻസ് ആയിട്ടുള്ള പാവപ്പെട്ട ജനങ്ങൾ ഒരുപാട് വില കൊടുക്കേണ്ടി വരും ഈ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ. അത്രമേൽ ഫുൾ സ്കെയിൽ യുദ്ധത്തിനാണ് രണ്ട് പേരും കൂടി തമ്മിൽ അടിക്കാൻ വേണ്ടി നോക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഇറാഖിൻ്റെ ഭാഗമായി ബഗ്ദാദിൽ വെച്ച് നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനൊന്നൊരു വില കൽപ്പിക്കാതെ ഇസ്രായേൽ ഒരു ചർച്ചയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അഥവാ ഇത്രയും പെട്ടെന്ന് നമുക്ക് ഇറാനുമായിട്ട് അറ്റാക്ക് ചെയ്യേണ്ടതുണ്ട്, അവിടുത്തെ ന്യൂക്ലിയർ വെപ്പൺസുകൾ പരിപൂർണാർത്ഥത്തിൽ ഉണ്ടാകുന്നത് വരെ. പക്ഷേ അതിനൊന്നും ഇപ്പോൾ വലിയ കഴമ്പില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇറാൻ്റെ കയ്യിൽ ഇപ്പോൾ ആണവായുധമുണ്ട് എന്നുള്ള ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും പകുതി സ്ഥിരീകരണ വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞു. അഥവാ മറ്റുള്ള രാജ്യത്തുള്ളതുപോലെ തന്നെ ആണവായുധങ്ങളൊക്കെ ഇറാൻ്റെ കൈകളും ആയിട്ടുണ്ട്. അഥവാ ഒന്നുകിൽ അവർ സ്വന്തമായി ഉണ്ടാക്കിയെടുത്തത്, അതല്ലെങ്കിൽ റഷ്യയോ ചൈനയോ ഇനി ജപ്പാനോ ബന്ധപ്പെട്ട മേഖലകളിൽ നിന്ന് അവിടെ ടെക്നോളജി ഉണ്ടാക്കി കൊടുത്ത് അതിലൂടെ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അവരുണ്ടാക്കി വെച്ചത് ഇവിടത്തേക്ക് കടം കൊടുത്തത് എന്നൊക്കെ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇനി എങ്ങാനും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ അത് അന്ത്യശാസ്ത്രമായിട്ടായിരിക്കും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ കൊടുക്കുന്നത്. ഇനി അനങ്ങാപ്പാറ നയമൊന്നും ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. കൃത്യമായിട്ട് ഒരടി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ലോകം കാത്തിരിക്കുന്നത്. സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഇറാന് കൊടുക്കാനുള്ളതും ഇസ്രായേലിന് വാങ്ങിവെക്കാനുള്ളതും സമയമായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരുപാട് കാലമായി വാക്കുകളിലൂടെ യുദ്ധങ്ങൾ നടത്തുന്നു, എവിടെ എത്തിയിട്ടില്ല. അതിനാകെ കാരണം പറഞ്ഞത് ട്രംപ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പെടുന്ന ഒരു മനംമാറ്റമൊക്കെ വന്നിട്ട് സ്വന്തം രാജ്യത്ത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയത് ഒക്കെ ചെയ്യാൻ നമ്മൾ റെഡിയാണെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അതൊക്കെ എവിടെയാണ്? പിന്നെ അതിൻ്റെ ചർച്ചയൊന്നും കണ്ടിട്ടില്ല. വലിയ രൂപത്തിലുള്ള ഡോളറുകൾ ചെലവഴിച്ചെല്ലാം ശരിയാക്കും എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഈ ടൈംസ് ഓഫ് ഇസ്രായേലും ആഗ്രഹിക്കുന്നത് ഒരു യുദ്ധം പെടുന്നനെ ഉണ്ടാകണമെന്നെങ്ങാനാണ്. അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്നപ്പം
അതിൻ്റെ അപഹാസ്യ രൂപേണ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം കൂടിയും പെഷസ്കിയാൻ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ പറയുന്നൊരു വാക്കുണ്ട്. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ കുറയ്ക്കുക, അത് വൈദ്യുതി കറക്റ്റായിട്ട് ഉപയോഗിക്കുക, ഒരു റൂം മുഴുവനായിട്ട് കത്തിക്കുന്നതിന് പകരം ഒരു വിളക്ക് മാത്രം കത്തിക്കുക, അതേപോലെ ഇന്ധനങ്ങൾ സ്റ്റോർ ചെയ്യുക, അങ്ങനെ ഒരുപാട് നമ്മുടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അതും നിങ്ങളുടെ വീടുകളിൽ സ്റ്റോർ ചെയ്യണം എന്നൊക്കെ വലിയ ഒരു മുന്നറിയിപ്പ് ഇറാൻ്റെ ഭാഗത്തുനിന്നും കൊടുത്തു കഴിഞ്ഞു. അപ്പം അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇറാനും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ആളുകൾക്ക് കൊടുക്കേണ്ട എല്ലാ ഇൻഫർമേഷനും കൊടുത്തു കഴിഞ്ഞു. നിങ്ങളുടേതായിട്ടുള്ള ഓരോരുത്തരുടെയും ശരീരം സ്വന്തമായി കാത്തുകൊള്ളണം എന്നുള്ളൊരു വാക്കുകൂടി പറയുന്നുണ്ട്. നിങ്ങളുടെ ഭക്ഷണധാന്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കണം. അത് മാത്രമല്ല, ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഫുൾ സ്കെയിൽ യുദ്ധമായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ അനന്തരഫലം അൺഎക്സ്പെക്റ്റഡാണ്, അഥവാ നമുക്ക് ഇന്ന് ഊഹിച്ച് പറയാൻ കഴിയില്ല. എങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സിന് വേണ്ടിയിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ മേൽക്കോയ്മ മറ്റ് ക്ഷുദ്ര രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും ഈ രാജ്യം ഒരു ശക്തിയുടെ മുന്നിലും അടിയറവ് പറയില്ല എന്നതാണ് വളരെ തൻ്റെ ഇടത്തോടുകൂടി മസൂദ് പെഷസ്കിയാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമെന്ന് ചോദിക്കുമ്പം നമ്മുടെ ഈ കേരളത്തിൽ പോലും അതിൻ്റെ അലയൊലികൾ എത്തുമെന്നാണ് ദീർഘവീക്ഷണം നടത്തുന്ന യുദ്ധവിദഗ്ധരായിട്ടുള്ള ആൾ പറയുന്നത്. അഥവാ പശ്ചിമേഷ്യ അതുപോലെ തന്നെ ഏഷ്യൻ ഭൂഖണ്ഡം ഒന്നിച്ച് പ്രതിരോധത്തിലാകുമെന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. അതുമാത്രമല്ല, അതോടൊപ്പം ഈ ഈജിപ്ത്, ജോർദാൻ ബന്ധപ്പെട്ട ആ മേഖലയും അതുപോലെ തന്നെ ഇസ്രായേൽ നാമാവിശേഷമാകും എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിന് പ്രത്യേകം പറയുന്നത് ഇറാന് വലിയ സപ്പോർട്ട് റഷ്യയാണ് കൊടുക്കുന്നത്. റഷ്യയുടെ കൈകളിൽ ഏതൊക്കെ തരം ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളത് ലോകത്തിന് മുമ്പിൽ ഇന്നും റിവീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് ഒരു അടഞ്ഞു കിടക്കുന്ന അധ്യായമാണ്, തുറക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പിന്നെ ചൈനയുടെ കയ്യിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ, അത് സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ബാലിസ്റ്റിക് മിസൈലുകൾ, ഇതെല്ലാം കൂടിയും ഈ ഇസ്രായേലിന് താങ്ങാൻ കഴിയുമോ ഇല്ലയോ എന്നാണിപ്പം ചർച്ചകൾ നടക്കുന്നത്. എങ്ങനെയാണെങ്കിലും ഉടനെ ഒരു യുദ്ധം 2027 ആദ്യ വാരമോ സെക്കൻഡ് ടൈം അഥവാ രണ്ടാമത്തെ ആഴ്ചയിലോ യുദ്ധത്തിനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ മുന്നൊരുക്കങ്ങളായിട്ടാണ് മസൂദ് പെഷസ്കിയാൻ രാജ്യത്തെ പൗരന്മാരോട് പറയുന്നത്, നിങ്ങളുടെ ഇന്ധനം, ഭക്ഷ്യവസ്തുക്കൾ, വേണ്ടപ്പെട്ട ഡ്രസ്സുകൾ ഒക്കെയും കരുതിയിരിക്കണം. ലോകത്ത് വലിയൊരു അരാജകത്വം നടത്താൻ വേണ്ടി ജൂസ് സ്റ്റേറ്റ് മുന്നോട്ട് വരികയാണ്. അതിനെ തടയിടേണ്ടത് ഇസ്ലാമിക് റിപ്പബ്ലിക് രാജ്യമായ നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് കൂടെ കൂടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കൂടെ കൂടിക്കോളൂ, അല്ലാത്തവർ ഇതിൻ്റെയൊക്കെ പരിണിത ഫലം അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. എന്താണെങ്കിലും കാത്തിരുന്ന് കാണേണ്ടി വരും എന്തൊക്കെയാണ് അസ്വസ്ഥതകൾ ഈ ലോകത്ത് വരാനിരിക്കുന്നതെന്ന്. പക്ഷേ ഒരു ഭയപ്പാടോടുകൂടി കാണേണ്ട ഒരു യുദ്ധം തന്നെയാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഈ ഒരു സ്ട്രക്ചർ കീഴ്മേൽ മറയാൻ ഈ ഒരു യുദ്ധം കൊണ്ട് ചിലപ്പം അഥവാ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എടുത്ത് ചാടാൻ ഇതൊരു സാധ്യത തെളിയുന്നുണ്ട് എന്നതുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. പേടിപ്പിക്കാനല്ല, ഇതൊക്കെയാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ച മാത്രം എത്ര ഇടങ്ങളിലായിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന് ചോദിച്ചാൽ വലിയ രൂപത്തിൽ ആക്രമണങ്ങൾ നടത്തി എന്നുള്ളതാണ്. അഥവാ വെനിസ്വേല ഭാഗമായിട്ടുള്ള ആ ഒരു പ്രദേശത്ത് പോലും ഇസ്രായേലിൻ്റെ ഗുളിയാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അമേരിക്കയ്ക്ക് സപ്പോർട്ടായിട്ട് ഇസ്രായേൽ നിന്നുകൊടുത്തു എന്നൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇസ്രായേലിന് എതിരെ വികാരം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ്. പക്ഷേ ഇസ്രായേലിനെ മുട്ടാനൊരു സമയം കിട്ടിക്കഴിഞ്ഞാൽ ലോകമെമ്പാടും ഇസ്രായേലിനെ കൊണ്ടുപോയി ചാരമാക്കുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. മുന്നിൽ നിൽക്കുന്ന ആരാണെന്നും ബേക്കിൽ നിന്ന് തള്ളുന്നവരാരാണെന്നൊക്കെ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നന്ദി.